പ്രിയപ്പെട്ടവരെ, എനിക്ക് വളരെ സന്തോഷം നൽകിയ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ. നമ്മൾ എപ്പോഴും ഈ പ്ലാസ്റ്റിക് പ്രകൃതിയിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്താ നമ്മുടെ നിത്യജീവിതത്തില് പലപ്പോഴും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് കഴിയാറുമില്ല. അപ്പോൾ അതിലേക്ക് കുറച്ച് നേരം ചിന്തിച്ചപ്പോൾ എൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായി, എൻ്റെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ ആ ഫംഗ്ഷന് പരമാവധി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പാടില്ല, പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ മാത്രം എങ്ങനെയെങ്കിലും ഉപയോഗിക്കുക എന്നുള്ളൊരു ചിന്ത ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിന്റെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി നോക്കിയപ്പോൾ തവിടിൽ നിന്നുണ്ടാക്കുന്ന കപ്പുകള്, സ്പൂണുകള്, പ്ലേറ്റുകളൊക്കെ ഉണ്ട് എന്നുള്ള അറിഞ്ഞു. വളരെ സന്തോഷം തോന്നി. അപ്പോൾ ഞങ്ങൾ അന്ന് ഞങ്ങളുടെ ആ ഫംഗ്ഷന് ചായ കുടിക്കാനും പായസം കഴിക്കാനും ഒക്കെ തവിടിൽ നിന്നുണ്ടാക്കിയ കപ്പ് ആണ് അന്ന് ഉപയോഗിച്ചത്. ഇതാ ഈ ഒരു കപ്പ്. ഈ കപ്പുകൾ മാത്രമല്ല, സ്പൂണുകളുണ്ട്, പ്ലേറ്റുകളുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇത് വളരെ കുറച്ച് കട്ടിയൊക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ ചായ കുടിക്കുകയാണെങ്കിലും പായസം കഴിക്കുകയെന്ന് വെച്ചാലും അതിങ്ങനെ നമ്മള് മറ്റേത് പേപ്പറിന്റെ അങ്ങനെ അത് തിന്നാവുകൊണ്ട് ഞാനെങ്കിലേ ഇത് അതങ്ങനെയൊന്നുമില്ല, വളരെ സുഖമായിട്ട് ഇതാക്കാം. പിന്നെ അത് മാത്രമല്ല, ചായ കുടിച്ചതിന് ശേഷം നമുക്ക് ഇത് കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. രാവിലെ ഒരു നല്ല കാലിച്ചായ കുടിച്ച് പിന്നെ ഈ ഒഴിഞ്ഞ കപ്പ് കാലിക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് സന്തോഷം, കാലിക്ക് സന്തോഷം, ഭൂമിക്ക് സന്തോഷം. അപ്പോൾ ഇവര് ഈ പലതരം ഉൽപ്പന്നങ്ങൾ ഉണ്ട്. അപ്പൊ നമ്മൾ പരമാവധി ഇത്തരം പരിസ്ഥിതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിച്ച് ജീവിക്കുക എന്നത് നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം എന്ന് തോന്നുന്നു. അങ്ങനെ നമുക്ക് ഈ ഭൂമിയെ രക്ഷിക്കാൻ പരമാവധി നോക്കാം.